നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. അത് യൂട്യൂബിൽ ലൈവായാലും ശരി, ഹസ്തരേഖ ആയാലും ശരി, മറ്റ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചായാലും ശരി. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കി വരുന്നത് പുതുവർഷത്തെക്കുറിച്ചാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ മലയാളികളുടെ പുതുവർഷം ചിങ്ങമാസമാണ്. ചിങ്ങമാസം ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. 1199 ആണ്ട് തീർന്ന് 1200 ആണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നമുക്ക് വളരെ ഭാഗ്യദായകവുമായിട്ടും കുറച്ച് കഷ്ടപ്പാടായിട്ടും പലർക്കും എഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഓരോ രാശിക്കാരുടെ ഫലത്തെ ആസ്പദമാക്കിയിട്ടാണ് ഗുണദോഷ ഫലത്തെ ചിന്തിക്കേണ്ടത്. എല്ലാവരും ഒരേപോലെ അല്ല സഞ്ചരിക്കണം, പല വഴിയിലൂടെയാണ് സഞ്ചരിക്കണേ. അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇപ്പം ദോഷമുണ്ടോ, അങ്ങനെ ഓരോ രാശിക്കാരായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഓരോ രാശിക്കാരായിട്ടാണ് 12 രാശികളായിട്ട് വിഭജിച്ചുകൊണ്ടാണ് ഈ ഫലം പ്രവചിക്കണേ. അപ്പോൾ മലയാളികളുടെ പുതുവർഷമാണ്. അല്ലാതെ നമ്മൾ ലോകം മുഴുവനും പുതുവർഷമായി ആചരിക്കുന്നത് ജനുവരി 1 തൊട്ടാണ്. അതുപോലെ ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേട 1 തൊട്ടാണ്. അപ്പോൾ ഇന്ന് പുതുവർഷം 1200 ആണ്ട് മകരരാശിക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. മകരൻ രാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കുമ്പോൾ മകരൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം, ആദ്യത്തെ 1/4 ഭാഗം ധനുരാശിയിലേക്ക് പോയി 45 നാഴിക, അതായത് 1/4 ഭാഗവും ഉത്രാടത്തിൻ്റെ 1/4 ഭാഗവും തിരുവോണവും അവിട്ടൻ നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങളാണ് മകരൻ രാശി. മകരൻ രാശിക്കാർക്ക് ശരിക്ക് നോക്കുകയാണെങ്കിൽ വളരെ സന്തോഷപ്രദമായ ഒരു വർഷം തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ പീരീഡിൽ 7 ശനി ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 ശനി തീർന്നിട്ടില്ല. 7 ശനിയുടെ പാദ ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശനിയുടെ ബന്ധമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും 5 വ്യാഴം സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. ഭഗവാൻ മഹാഗുരു 5 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത്രയും ഐശ്വര്യപ്രദമായ ഒരു കാലഘട്ടം തന്നെയാണ് നിങ്ങൾക്ക്. ഇപ്പോൾ 7 ശനി ഉണ്ടെങ്കിൽ പോലും ശനിയൊക്കെ മാറ്റിക്കൊണ്ടു പോകാനുള്ള ശക്തി വ്യാഴത്തിനുണ്ട്. ലക്ഷം ദോഷം ഗുരുഹദ്ദി, വ്യാഴം ദൃഷ്ടി ചെയ്താൽ 1,00,000 ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകും. വ്യാഴം ദൃഷ്ടിയെയാണ്. അപ്പോൾ വ്യാഴം വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. സാമ്പത്തിക നേട്ടം, ശാരീരിക ഉന്മേഷം, അതുപോലെ ജോലി ലഭിക്കാത്തവർക്ക് ജോലി കിട്ടുക, പ്രശസ്തി ഉണ്ടാവുക. പ്രശസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രശംസ കിട്ടുക. അത് പ്രമോഷൻ കിട്ടിയാലും പ്രശസ്തി ഉണ്ടാവും. നല്ല ജോലി കിട്ടിയാലും നമുക്ക് പ്രശംസ ഉണ്ടാവും. നല്ല വിദ്യാഭ്യാസം, നല്ല വിജയം ഉണ്ടായാലും പ്രശസ്തി ഉണ്ടാവും. അതുപോലെ അംഗീകാരങ്ങൾ നമ്മളെ തേടി വരുന്ന കാലഘട്ടമാണ്. അതുപോലെ സന്താനങ്ങൾക്ക് വളരെ പുരോഗതിയെ കൊടുക്കുന്ന കാലഘട്ടമാണ്. സന്താനം ഇല്ലാത്തവർക്ക് സന്താനത്തെ കിട്ടും. അതുപോലെ പഠിക്കുന്ന സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും. മക്കൾക്ക് കല്യാണം നടക്കാതിരിക്കുകയാണെങ്കിൽ കല്യാണം നടക്കും. ജോലി കിട്ടാതെ മക്കളെ കൊണ്ട് വിഷമിച്ചിരുന്ന മാതാപിതാക്കൾ ആണ് ഈ രാശിയിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മക്കൾക്ക് ജോലി കിട്ടും. ഇങ്ങനെ കുടുംബത്തിനകത്ത് സന്തോഷപ്രദമായ അവസ്ഥ മക്കൾക്കും വീട്ടിനകത്തും അതുപോലെ ഉള്ള പ്രശസ്തിയും പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും ഒക്കെ വരുന്ന കാലഘട്ടം തന്നെയാണ് ഈ രാശിക്കാർക്ക്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. കാരണം വ്യാഴഭഗവാൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ നമുക്ക് വളരെ സപ്പോർട്ടുള്ള കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യസമേതം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇടവരുന്ന കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം മറ്റുള്ളവർക്കും കൂടി ഇതുപോലെ നല്ലത് കിട്ടണമെങ്കിൽ അവർക്കും കിട്ടിപ്പോട്ട്. അവർ ചിലപ്പോൾ അറിയാതെ നേരത്തെ സമയം മോശമായതുകൊണ്ട് ഇപ്പോഴും പകച്ചു നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അവരും മനസ്സിലാക്കി അവർ മുന്നോട്ട് പോട്ടെ. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ധാരാളം വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് ഈ ചാനലിൽ നമുക്ക് ലൈവായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇപ്പോഴാണ് ലൈവ് 1 മണിക്കൂറോളം സമയമുള്ള ലൈവാണ് ചെയ്യണത്. നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ മകരരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.